സുഹൃത്തായ നടിക്ക് അശ്ലീല സന്ദേശം അയച്ചതിന് യുവാവിനെ മൃഗീയമായി കൊന്നുതള്ളിയ കന്നഡ നടൻ ദർശന് കുറ്റവാസന പുത്തരിയല്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത്. നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇയാളുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ആ ക്രൈം ഹിസ്റ്ററിയുടെ ടൈം ലൈനിലേക്കാണ് പോലീസ് ഡയറി. സിനിമയിൽ കട്ട ഹീറോയിസം, പക്ഷെ ജീവിതത്തിൽ വില്ലനും. ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലാണ് കന്നഡ താരം ദർശന്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് സംഭവിച്ചത്. സുഹൃത്ത് പവിത്ര ഗൌഡയുടെ വാക്കുകേട്ട് രേണുകാസ്വാമി എന്ന തന്റെ ആരാധകനെ അതിക്രൂരമായാണ് ദർശൻ കൊന്നൊടുക്കിയത്. ബെൽറ്റ് കൊണ്ടും വടികൊണ്ടും അടിച്ചവശനാക്കിയും ചുവരിലേക്ക് വലിച്ചെറിഞ്ഞുമൊക്കെയായിരുന്നു കൊലപാതകം. ഓടയിൽ വലിച്ചെറിഞ്ഞ രേണുകാസ്വാമിയുടെ മൃതദേഹം നായ്ക്കൾ ഭക്ഷിക്കുന്നത് കണ്ട ഫുഡ് ഡെലിവറി ബോയ് പോലീസിന് വിവരം നൽകിയതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. പ്രേക്ഷകർക്ക് ചാലഞ്ചിങ് സ്റ്റാർ ദാസ ദർശൻ ഡിബോസ്. സാൻഡൽവുഡിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നടൻ രേണുകാസ്വാമി എന്ന ചെറുപ്പക്കാരന്റെ ജീവനില്ലാതാക്കിയപ്പോഴാണ് നടന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിയത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കുറ്റകൃത്യങ്ങളുടെ നീണ്ട ചരിത്രം. ക്രൈം നമ്പർ 1 9/9/2011 ഭാര്യ വിജയലക്ഷ്മിയെ ആക്രമിച്ചെന്ന പരാതിയിൽ ദർശനെ വിജയനഗർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിനും ഗാർഹിക പീഡനത്തിനും കേസെടുത്തു. നടൻ അംബരീഷിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് അന്ന് പ്രശ്നപരിഹാരമായത്. ക്രൈം നമ്പർ 2 24/9/2018 നോർത്ത് മൈസൂരുവിൽ ദർശനടക്കം യാത്ര ചെയ്തിരുന്ന SUV തെരുവുവിളക്കിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റ സംഭവം. മുതിർന്ന നടന്മാരുൾപ്പെടെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നു. ക്രൈം നമ്പർ 3 6/7/2021 ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ വെയിറ്ററെ ആക്രമിച്ചു. ഇതിൽ നിന്ന് തലയൂരാൻ വെയിറ്റർക്ക് 50,000 രൂപ നൽകാൻ ദർശൻ തയ്യാറായി. ഒടുവിൽ കേസ് ഒഴിവാക്കാൻ വെയിറ്റർ സമ്മതിക്കുകയായിരുന്നു. ക്രൈം നമ്പർ 4 20/1/2023 ദർശന്റെ ടി നരസിപുര ഫാമിൽ വനം വകുപ്പിന്റെ റെയ്ഡ്. വന്യജീവി നിയമം ലംഘിച്ച് വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെ വളർത്തിയിരുന്നുവെന്ന് അധികൃതർ പറഞ്ഞു. ഫാം ഹൌസിൽ കണ്ടെത്തിയ 4 ബാർ ഹെഡഡ് വാത്തകളെ ഉദ്യോഗസ്ഥർ മോചിപ്പിക്കുകയായിരുന്നു. ക്രൈം നമ്പർ 5 28/10/2023 സുഹൃത്തുക്കളെ കൊണ്ട് ജോലിക്കാരിക്ക് നേരെ നായ്ക്കളെ അഴിച്ചുവിട്ടെന്നും അത് ആക്രമണത്തിൽ കലാശിച്ചെന്നും കേസ്. സംഭവത്തിൽ ദർശന് നേരിട്ട് പങ്കില്ലെന്ന് കണ്ട് പിന്നീട് പോലീസ് വിട്ടയക്കുകയായിരുന്നു. ക്രൈം നമ്പർ 6 4/1/2024 ഈ വർഷം ആദ്യം ഡോക്ടർ രാജ്കുമാർ റോഡിലെ ജെറ്റ്ലാഗ് പബ്ബിൽ സമയപരിധി ലംഘിച്ച് രാത്രി വൈകി പാർട്ടി നടത്തിയതിനും ബഹളമുണ്ടാക്കിയതിനും നോട്ടീസ് ലഭിച്ച നടന്മാരിൽ ദർശനുമുണ്ടായിരുന്നു. ദർശനെയും മറ്റ് 7 പേരെയും സുബ്രഹ്മണ്യനഗർ പോലീസ് ചോദ്യം ചെയ്തു. രാത്രി വൈകിയുള്ള ഒത്തുചേരലും മദ്യപാനവും സംബന്ധിച്ച ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ആരോപിക്കപ്പെട്ടു. കാറ്റേര എന്ന സിനിമയുടെ വിജയാഘോഷം അതിരു കടന്നതിനായിരുന്നു അന്ന് കേസ്. അധോലോക സംഘത്തിലെത്തിപ്പെട്ട നിരപരാധിയായ ചെറുപ്പക്കാരന്റെ ജീവിതമൊക്കെ അഭ്രപാളികളിൽ പകർത്തി ആറാടിയ ദർശൻ തുകുദീപെ എന്ന ഹീറോയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ ഒരു വില്ലൻ പരിവേഷമായിരുന്നുവെന്നറിഞ്ഞ ആരാധകരും ഞെട്ടിയിരിക്കുകയാണ്. ചാലഞ്ചിങ് സ്റ്റാറിനെ കാത്തിരിക്കുന്നത് ഇനി നിരവധി ചാലഞ്ചുകളാണ്. ന്യൂസ് ഡെസ്ക് 24. രേണുകാസ്വാമി കൊലക്കേസിൽ ദർശൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡി തുടരുകയാണ്. ഒരു സാൻഡൽവുഡിലെ സൂപ്പർ ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല.